നിയമസഭാ തിരഞ്ഞെടുപ്പ് 1957 മുതൽ 2021 വരെ. കേരളം വീണ്ടും ഒരു നിയമസഭാ തിരഞ്ഞെടുപ്പിന് ഒരുങ്ങുകയാണ്. ഇതുവരെയുള്ള കേരളത്തിന്റെ നിയമസഭാ തിരഞ്ഞെടുപ്പുകളുടെയും മന്ത്രിസഭകളുടെയും അടിസ്ഥാന വിവരങ്ങൾ മനസ്സിലാക്കാം. 1957 ഫെബ്രുവരി 28 മുതൽ മാർച്ച് 11 വരെയാണ് കേരളത്തിൽ ആദ്യമായി നിയമസഭാ തിരഞ്ഞെടുപ്പ് നടന്നത്. ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാന രൂപവത്കരണത്തിനു ശേഷമുള്ള ആദ്യ തിരഞ്ഞെടുപ്പായിരുന്നു അത്. 16 നിയമസഭാ തിരഞ്ഞെടുപ്പുകളാണ് ഇതുവരെ കേരളത്തിലുണ്ടായത്. മന്ത്രിസഭകളുടെ എണ്ണം 15. 1965 ആർക്കും ഭൂരിപക്ഷമുണ്ടായില്ല. EMS നമ്പൂതിരിപ്പാട് മുതൽ പിണറായി വിജയൻ വരെ 12 മുഖ്യമന്ത്രിമാരാണ് കേരളത്തിൽ അധികാരത്തിലേറിയത്. ഇതുവരെയുള്ള നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ ലഘുചരിത്രം അറിയാം. ആദ്യ തിരഞ്ഞെടുപ്പ് 1957 ആദ്യ തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ 3 പാർട്ടികളാണ് ദേശീയ പാർട്ടികളായി കേരളത്തിൽ മത്സരിച്ചത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ CPI, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടി PSP എന്നിവയാണവ. സംസ്ഥാന പാർട്ടിയായി റവല്യൂഷണറി സോഷ്യലിസ്റ്റ് പാർട്ടിക്കും RSP അംഗീകാരമുണ്ടായിരുന്നു. മറ്റുള്ളവരെല്ലാം സ്വതന്ത്രരായാണ് മത്സരിച്ചത്. 102 ഏകാംഗ മണ്ഡലങ്ങളും 12 ദ്വയാംഗ മണ്ഡലങ്ങളുമാണ് ഉണ്ടായിരുന്നത്. ആകെ സീറ്റുകളുടെ എണ്ണം 126. പോളിംഗ് ശതമാനം 65.49. 9 വനിതാ സ്ഥാനാർത്ഥികളാണ് ഈ തിരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്നത്. 6 പേർ വിജയിച്ചു. 5 സ്വതന്ത്രരുടെ പിന്തുണയോടെ EMS നമ്പൂതിരിപ്പാടിന്റെ നേതൃത്വത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ അധികാരത്തിലേറി. ജന്മികളുടെ ഭൂമിക്ക് നിയന്ത്രണം ഏർപ്പെടുത്താൻ കൊണ്ടുവന്ന ഭൂപരിഷ്കരണ ബില്ലും മാനേജ്മെന്റുകളുടെ അധികാരത്തെ നിയന്ത്രിക്കാൻ ഉദ്ദേശിച്ചുള്ള വിദ്യാഭ്യാസ ബില്ലും ഈ സർക്കാരിന്റെ കാലത്ത് നിയമസഭയിൽ അവതരിപ്പിച്ചു. വലിയ എതിർപ്പാണ് 2 നിയമനിർമ്മാണ നടപടികൾക്കുമെതിരെയുണ്ടായത്. പ്രതിപക്ഷ കക്ഷികളുടെ നേതൃത്വത്തിൽ ആരംഭിച്ച സമരം പിന്നീട് വിവിധ സമുദായ സംഘടനകളും വിഭാഗങ്ങളും ഏറ്റെടുത്തു. വിമോചന സമരം എന്നറിയപ്പെട്ട ഈ പ്രക്ഷോഭത്തോടെ സംസ്ഥാനത്തെ ക്രമസമാധാനനില തകർന്നെന്ന് ഗവർണർ B. രാമകൃഷ്ണറാവു രാഷ്ട്രപതിക്ക് റിപ്പോർട്ട് നൽകി. അതോടെ രാഷ്ട്രപതി 1959 ജൂലൈ 31 EMS മന്ത്രിസഭ പിരിച്ചുവിട്ടു. കേരളത്തിൽ രാഷ്ട്രപതി ഭരണം പ്രഖ്യാപിച്ചു. 2 വർഷവും 117 ദിവസവുമായിരുന്നു ആദ്യ മന്ത്രിസഭയുടെ ആയുസ്. എതിരാളികളില്ലാതെ ഒരേയൊരാൾ. സംസ്ഥാന നിയമസഭയിലേക്ക് ഇതുവരെ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടത് ഒരേയൊരാൾ മാത്രമാണ്. ആദ്യ നിയമസഭാ തിരഞ്ഞെടുപ്പിലാണിത്. മഞ്ചേശ്വരം മണ്ഡലത്തിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിരുന്ന M. ഉമേഷ് റാവുവിന് എതിരാളികളില്ലാതിരുന്നതിനാൽ മത്സരമില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടു. ഒന്നാം EMS മന്ത്രിസഭ. EMS നമ്പൂതിരിപ്പാട് മുഖ്യമന്ത്രി, C. അച്യുതമേനോൻ ധനകാര്യം, TV തോമസ് ഗതാഗതം, തൊഴിൽ, KC ജോർജ് ഭക്ഷ്യം, വനം, KP ഗോപാലൻ വ്യവസായം, A. മജീദ് പൊതുമരാമത്ത്, PK ചാത്തൻ തദ്ദേശ സ്വയംഭരണം, KR ഗൌരി റവന്യൂ, ജോസഫ് മുണ്ടശ്ശേരി വിദ്യാഭ്യാസം സഹകരണം, VR കൃഷ്ണയ്യർ നിയമം, ഡോക്ടർ AR മേനോൻ ആരോഗ്യം. കോൺഗ്രസ് PSP മന്ത്രിസഭ. 6 മാസക്കാലത്തിലേറെ കേരളം രാഷ്ട്രപതി ഭരണത്തിലായിരുന്നു. 1960 നടന്ന രണ്ടാമത്തെ തിരഞ്ഞെടുപ്പിൽ CPIക്കും കോൺഗ്രസിനും PSPക്കും പുറമെ ഓൾ ഇന്ത്യ ഭാരതീയ ജനസംഘം കൂടി ദേശീയ പാർട്ടിയായി മത്സരിക്കാനുണ്ടായിരുന്നു. സംസ്ഥാന പാർട്ടിയായി മുസ്ലിം ലീഗ് മാത്രം. ആകെ 126 സീറ്റുകളിലായിരുന്നു മത്സരം. 85.72% പേർ വോട്ട് ചെയ്ത തിരഞ്ഞെടുപ്പായിരുന്നു ഇത്. ആകെയുള്ള 13 വനിതാ സ്ഥാനാർത്ഥികളിൽ 7 പേർ വിജയിച്ചു. കോൺഗ്രസും PSPയും മുസ്ലിം ലീഗും മുന്നണിയായാണ് തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചത്. തിരഞ്ഞെടുപ്പിന് ശേഷം കോൺഗ്രസും PSPയും ചേർന്ന് മന്ത്രിസഭ രൂപവത്കരിച്ചു. വലിയ കക്ഷി കോൺഗ്രസ് ആണെങ്കിലും PSPയുടെ പട്ടം താണുപിള്ളയായിരുന്നു മുഖ്യമന്ത്രി. കോൺഗ്രസിലെ R. ശങ്കർ ഉപമുഖ്യമന്ത്രിയായി. മുസ്ലിം ലീഗിനെ മന്ത്രിസഭയിൽ ചേർക്കാൻ കോൺഗ്രസ് വിസമ്മതിച്ചതോടെ ലീഗിലെ KM സിദി സാഹിബിന് സ്പീക്കർ സ്ഥാനം നൽകി. അദ്ദേഹം മരിച്ചപ്പോൾ CH മുഹമ്മദ് കോയയും പിന്നീട് അലക്സാണ്ടർ പറമ്പിത്തറയും സ്പീക്കറായി. 2.5 വർഷം കഴിഞ്ഞപ്പോൾ പട്ടം താണുപിള്ള പഞ്ചാബ് ഗവർണറായി സ്ഥാനമേറ്റെടുത്തു. 1962 സെപ്റ്റംബർ 26 R. ശങ്കറിന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ അധികാരമേറ്റു. ചില ആരോപണങ്ങളെ തുടർന്ന് ആഭ്യന്തരമന്ത്രി P.T. ചാക്കോ രാജിവെച്ചു. അതോടെ അദ്ദേഹത്തെ അനുകൂലിക്കുന്ന MLAമാരുടെ പിന്തുണയോടെ പ്രതിപക്ഷം അവിശ്വാസപ്രമേയം അവതരിപ്പിച്ചു. അതോടെ മന്ത്രിസഭ നിലംപതിച്ചു. 1964 സെപ്റ്റംബർ 10 മുതൽ കേരളം വീണ്ടും രാഷ്ട്രപതി ഭരണത്തിലായി. പ്രധാനമന്ത്രി പിന്നെ മുഖ്യമന്ത്രി. പ്രധാനമന്ത്രി ആയ ശേഷമാണ് പട്ടം താണുപിള്ള കേരളത്തിന്റെ മുഖ്യമന്ത്രിയായത് എന്ന് പറയാം. തിരുവിതാംകൂറിൽ തിരഞ്ഞെടുക്കപ്പെട്ട ജനകീയ സർക്കാരിലെ ആദ്യ പ്രധാനമന്ത്രിയായിരുന്നു പട്ടം താണുപിള്ള. 1948 മാർച്ച് 24 മുതൽ 1948 ഒക്ടോബർ 17 വരെ അദ്ദേഹം പ്രധാനമന്ത്രിയായി. പിന്നീട് 1960 കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി. 19ാം നൂറ്റാണ്ടിൽ ജനിച്ച കേരളത്തിലെ ഏക മുഖ്യമന്ത്രിയും ഇദ്ദേഹമാണ്. ഭൂരിപക്ഷമില്ലാതെ 1965
രാഷ്ട്രപതി ഭരണത്തിലിരിക്കെയാണ് 1965-ൽ കേരളം വീണ്ടും മറ്റൊരു തിരഞ്ഞെടുപ്പിന് നേരിടുന്നത്. സംസ്ഥാന രാഷ്ട്രീയം ആകെ കലങ്ങിമറിഞ്ഞ അവസ്ഥയിലായിരുന്നു. പാർട്ടികളെല്ലാം പിളർപ്പുകളുടെ കാലങ്ങളിലൂടെയാണ് കടന്നുപോയിരുന്നത്. മുൻ ആഭ്യന്തരമന്ത്രി P.T. ചാക്കോയെ അനുകൂലിക്കുന്ന ഒരു വിഭാഗം നേതാക്കൾ കോൺഗ്രസ് വിടുകയും കേരള കോൺഗ്രസ് എന്ന പുതിയ പാർട്ടി രൂപവത്കരിക്കുകയും ചെയ്തിരുന്നു. 1964-ൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിളർന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് എന്ന പുതിയ പാർട്ടി ദേശീയാടിസ്ഥാനത്തിൽ പിറവിയെടുത്തു. പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടി പിളർപ്പിലൂടെയും ലയനത്തിലൂടെയും കടന്നുപോയി സംയുക്ത സോഷ്യലിസ്റ്റ് പാർട്ടി SSP ആയി മാറി. ആകെ സീറ്റുകളുടെ എണ്ണം 133 ആയിരുന്നു. ദ്വയാംഗ മണ്ഡലങ്ങൾ ഇല്ലാതായി. 75.12% പേരാണ് വോട്ട് രേഖപ്പെടുത്തിയത്. 3 വനിതകൾ വിജയിച്ചു. CPM ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി. പുതിയ പാർട്ടിയായ കേരള കോൺഗ്രസ് 23 സീറ്റുമായി കരുത്തു തെളിയിച്ചു. ഒരു പാർട്ടിക്കും സഖ്യത്തിനും ഭൂരിപക്ഷം തികക്കാൻ കഴിയാത്തതിനാൽ 1967 മാർച്ച് 6 വരെ കേരളം വീണ്ടും രാഷ്ട്രപതി ഭരണത്തിലായി. സപ്തകക്ഷി മുന്നണിയും തകർച്ചയും. 2 കൊല്ലത്തിലേറെ നീണ്ടുനിന്ന രാഷ്ട്രപതി ഭരണത്തിനു ശേഷമാണ് 1967-ൽ തിരഞ്ഞെടുപ്പ് നടന്നത്. 133 സീറ്റുകളിലേക്കായിരുന്നു മത്സരം. പോളിംഗ് ശതമാനം 75.677. വനിതകൾ മത്സരിച്ചതിൽ ഒരാൾ മാത്രം വിജയിച്ചു. കോൺഗ്രസ് ഒറ്റക്കാണ് തിരഞ്ഞെടുപ്പിന് നേരിട്ടത്. കേവലം 9 സീറ്റുകളിൽ മാത്രമാണ് ജയിക്കാനായത്. സപ്തകക്ഷി മുന്നണി എന്നറിയപ്പെട്ട സഖ്യത്തെ CPM നയിച്ചു. CPI, മുസ്ലിം ലീഗ്, RSP, SSP, കർഷക തൊഴിലാളി പാർട്ടി, KATP, കേരള സോഷ്യലിസ്റ്റ് പാർട്ടി, KSP എന്നിവരായിരുന്നു സഖ്യത്തിലെ മറ്റ് അംഗങ്ങൾ. സംസ്ഥാനത്ത് അത്ര സജീവമല്ലാത്ത സ്വതന്ത്ര പാർട്ടി, DMK എന്നിവരുമായി കേരള കോൺഗ്രസ് സഖ്യമുണ്ടാക്കി. തിരഞ്ഞെടുപ്പിൽ കക്ഷി മുന്നണി ഭൂരിപക്ഷത്തോടെ വലിയ അധികാരത്തിലേറി. അംഗീകൃത പ്രതിപക്ഷകക്ഷിയാകാൻ വേണ്ട സീറ്റുപോലും കോൺഗ്രസിന് ആ തിരഞ്ഞെടുപ്പിൽ ലഭിച്ചില്ല. EMS നമ്പൂതിരിപ്പാട് 2ാം തവണ മുഖ്യമന്ത്രിയായി അധികാരമേറ്റു. മന്ത്രി P.K. കുഞ്ഞ് ധനകാര്യ വകുപ്പിനു കീഴിൽ ഭാഗ്യക്കുറിയും ചിട്ടി നടത്താൻ കോർപ്പറേഷനും തുടങ്ങിയത് ഈ മന്ത്രിസഭയുടെ ശ്രദ്ധേയ തീരുമാനങ്ങളായി. മുന്നണിക്കുള്ളിലെ തർക്കങ്ങളും അഴിമതി ആരോപണങ്ങളും മൂലം കേരള രാഷ്ട്രീയം കലുഷിതമായ കാലമായിരുന്നു അത്. മന്ത്രിമാർക്കെതിരെ അന്വേഷണം വേണമെന്ന പ്രമേയം സഭയിൽ പാസായതോടെ EMS മന്ത്രിസഭ രാജിവെച്ചു. സപ്തകക്ഷി മുന്നണിയിലെ CPI, മുസ്ലിം ലീഗ്, RSP, SSP എന്നിവർ മറ്റൊരു മന്ത്രിസഭയുണ്ടാക്കാനുള്ള തീരുമാനത്തിലെത്തി. അപ്പോഴേക്കും SSPയിലെ ഒരു വിഭാഗം ഇന്ത്യൻ സോഷ്യലിസ്റ്റ് പാർട്ടി ISP ആയി മാറിയിരുന്നു. CPI, മുസ്ലിം ലീഗ്, ISP, കേരള കോൺഗ്രസ്, RSP എന്നിവർ ചേർന്ന് പുതിയ മന്ത്രിസഭയുണ്ടാക്കി. രാജ്യസഭാംഗമായിരുന്ന C. അച്യുതമേനോൻ സ്ഥാനം രാജിവെച്ചാണ് മുഖ്യമന്ത്രിയായത്. കൊട്ടാരക്കരയിൽ നിന്നാണ് പിന്നീട് അദ്ദേഹം MLA-യായി മത്സരിച്ച് വിജയിച്ചത്. ISP പിളർന്ന് 3 പേർ തങ്ങളുടെ പഴയ പാർട്ടിയായ PSPയിലേക്ക് പോയതോടെ അച്യുതമേനോൻ മന്ത്രിസഭയുടെ ഭൂരിപക്ഷത്തിൽ ആശങ്കയുണ്ടായി. 275 ദിവസത്തെ ഭരണത്തിനുശേഷം മന്ത്രിസഭ രാജിവെച്ചതോടെ വീണ്ടും കേരളം രാഷ്ട്രപതി ഭരണത്തിലായി. രാഷ്ട്രപതി ഭരണം കേരളത്തിൽ 1957-ലെ ആദ്യ തിരഞ്ഞെടുപ്പിനുശേഷം ആദ്യമായി രാഷ്ട്രപതി ഭരണം കേരളത്തിലുണ്ടായത് EMS മന്ത്രിസഭയെ പിരിച്ചുവിട്ടതിനെ തുടർന്നാണ്. 1959 ജൂലൈ 31 മുതൽ 1960 ഫെബ്രുവരി 22 വരെ 206 ദിവസമായിരുന്നു രാഷ്ട്രപതി ഭരണം. പിന്നീട് R. ശങ്കർ മുഖ്യമന്ത്രിപദം രാജിവെച്ചതിനുശേഷം 1964 സെപ്റ്റംബർ 10 മുതൽ 1965 മാർച്ച് 25 വരെ വീണ്ടും രാഷ്ട്രപതി ഭരണമുണ്ടായി. അതിനുശേഷം 1965-ൽ തിരഞ്ഞെടുപ്പ് നടന്നെങ്കിലും ആർക്കും ഭൂരിപക്ഷമില്ലാതായതോടെ ഏകദേശം 2 വർഷത്തോളം രാഷ്ട്രപതി ഭരണം തുടർന്നു. പിന്നീട് 1970-ൽ 60 ദിവസവും 1979, 1980-ൽ 51 ദിവസവും 1981-ൽ 68 ദിവസവും 1982-ൽ 67 ദിവസവും രാഷ്ട്രപതി ഭരണമുണ്ടായി. 1982 ശേഷമുണ്ടായ എല്ലാ തിരഞ്ഞെടുപ്പിലും വ്യക്തമായ ഭൂരിപക്ഷത്തോടെയാണ് മുന്നണികൾ അധികാരത്തിലെത്തിയത്. പാർട്ടികളിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ ഭരണത്തെ വീഴ്ത്താൻ പോന്നതുമായിരുന്നില്ല. അതിനാൽ 1982 ശേഷം കേരളത്തിൽ രാഷ്ട്രപതി ഭരണമുണ്ടായില്ല. സ്പീക്കറുടെ വോട്ടിൽ രക്ഷപ്പെട്ട മന്ത്രിസഭ 1981 ഡിസംബർ 28-ന് K. കരുണാകരൻ മുഖ്യമന്ത്രിയായി സ്ഥാനമേൽക്കുമ്പോൾ ഭരണപക്ഷത്തെ അനുകൂലിക്കുന്ന 71 പേരാണ് ഉണ്ടായിരുന്നത്. അതായത് നാമനിർദ്ദേശം ചെയ്ത അംഗം കൂടി ഉൾപ്പെട്ട 141 നിയമസഭയിൽ ഒരാളുടെ മാത്രം ഭൂരിപക്ഷം. കോൺഗ്രസിലെ AC ജോസ് സ്പീക്കറായതോടെ സഭയിലെ ഭരണപക്ഷ പ്രതിപക്ഷ നില 70-70 എന്ന സ്ഥിതിയിലായി. അതോടെ സർക്കാരിനെ നിലനിർത്താൻ സ്പീക്കർക്ക് തന്റെ വോട്ടും നിരന്തരം ഉപയോഗിക്കേണ്ടതായി വന്നു. ഇങ്ങനെ സ്പീക്കറുടെ കാസ്റ്റിംഗ് വോട്ടിലൂടെ നിലനിന്ന സഭയായതിനാൽ ഇതിനെ കാസ്റ്റിംഗ് മന്ത്രിസഭയെന്നാണ് വിളിച്ചിരുന്നത്. കേരള നിയമസഭയിൽ സ്പീക്കർക്കെതിരെ ആദ്യമായി അവിശ്വാസപ്രമേയമുണ്ടായതും AC ജോസിനെതിരെയാണ്. 6 വർഷം കഴിഞ്ഞ ഭരണം. 2 മാസത്തെ രാഷ്ട്രപതി ഭരണത്തിനുശേഷം 1970-ൽ കേരളത്തിൽ വീണ്ടുമൊരു തിരഞ്ഞെടുപ്പ് നടന്നു. അപ്പോഴേക്കും കോൺഗ്രസ്, CPI, RSP,
മുസ്ലിം ലീഗ്, കേരള കോൺഗ്രസ് എന്നീ കക്ഷികൾ ചേർന്ന് ഒരു സഖ്യം രൂപപ്പെട്ടിരുന്നു. ആ സഖ്യത്തിന് 79 സീറ്റ് ലഭിച്ചതോടെ സി അച്യുതമേനോന്റെ നേതൃത്വത്തിൽ പുതിയ മന്ത്രിസഭ അധികാരമേറ്റു. മന്ത്രിസഭയിൽ ആദ്യഘട്ടത്തിൽ കോൺഗ്രസും കേരള കോൺഗ്രസും ചേർന്നിരുന്നില്ല. അവർ പുറത്തുനിന്ന് പിന്തുണയ്ക്കുകയായിരുന്നു. 1971 സെപ്റ്റംബർ 25 കോൺഗ്രസും 1975 ഡിസംബർ 26 കേരള കോൺഗ്രസും മന്ത്രിസഭയിൽ ചേർന്നു. 5 വർഷത്തെ കാലാവധി പൂർത്തിയാക്കിയ കേരളത്തിലെ ആദ്യ മന്ത്രിസഭയായിരുന്നു ഇത്. അടിയന്തരാവസ്ഥയെ തുടർന്ന് 3 തവണ 6 മാസത്തേക്കുകൂടി നിയമസഭയുടെ കാലാവധി നീട്ടി. അതോടെ അച്യുതമേനോൻ മന്ത്രിസഭ 6 വർഷത്തിലേറെ ഭരണത്തിലിരുന്നു. പല ഘട്ടങ്ങളിലായി മുഖ്യമന്ത്രിയെ കൂടാതെ 22 പേരാണ് ഈ മന്ത്രിസഭയിലുണ്ടായിരുന്നത്. അടിയന്തരാവസ്ഥ കാലത്ത് ധാരാളം ആരോപണങ്ങൾ ഈ മന്ത്രിസഭയ്ക്കെതിരെ ഉയർന്നു. കോഴിക്കോട് റീജിയണൽ എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥി രാജനെ പോലീസ് ഉദ്യോഗസ്ഥർ ഹോസ്റ്റലിൽ നിന്ന് പിടിച്ചുകൊണ്ടുപോയ സംഭവത്തിൽ അച്ഛൻ ഈച്ചര വാര്യർ സമർപ്പിച്ച ഹർജി മന്ത്രിസഭയുടെയും ആഭ്യന്തരമന്ത്രി കെ. കരുണാകരന്റെയും പ്രതിച്ഛായയിൽ മങ്ങൽ വീഴ്ത്തി. 1 4 മന്ത്രിസഭകൾ. അടിയന്തരാവസ്ഥയെ തുടർന്ന് 1977 നടന്ന ദേശീയ തിരഞ്ഞെടുപ്പിനൊപ്പമാണ് കേരളത്തിൽ നിയമസഭയിലേക്കും തിരഞ്ഞെടുപ്പ് നടന്നത്. ഇന്ത്യയിലെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലും കോൺഗ്രസ് തകർന്നടിഞ്ഞപ്പോൾ കേരളത്തിൽ കെ. കരുണാകരന്റെ നേതൃത്വത്തിൽ മന്ത്രിസഭ രൂപവത്കരിക്കുകയാണുണ്ടായത്. ആകെ 140 സീറ്റുകളിലേക്കായിരുന്നു തിരഞ്ഞെടുപ്പ്. 79.19% വോട്ടിംഗ്. രാജൻ കേസിൽ അച്ഛൻ ഈച്ചര വാര്യർ നൽകിയ ഹർജിയിലുണ്ടായ വിധിയിൽ കെ. കരുണാകരനെതിരായ പരാമർശങ്ങൾ ഹൈക്കോടതിയിൽ നിന്നുണ്ടായി. അതോടെ കെ. കരുണാകരൻ മുഖ്യമന്ത്രിസ്ഥാനം രാജിവെച്ചു. എ. കെ. ആന്റണിയുടെ നേതൃത്വത്തിൽ പുതിയ മന്ത്രിസഭ അധികാരമേറ്റു. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷമുള്ള ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട ഇന്ദിരാഗാന്ധി കർണാടകയിലെ ചിക്കമഗളൂരുവിൽ നിന്ന് ഉപതിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ തീരുമാനിച്ചു. കോൺഗ്രസ് ഇതിന് അംഗീകാരം നൽകിയതിൽ പ്രതിഷേധിച്ച് എ. കെ. ആന്റണി മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചു. പിന്നീട് സിപിഐയിലെ പി. കെ. വാസുദേവൻ നായരുടെയും മുസ്ലിം ലീഗിലെ സി. എച്ച്. മുഹമ്മദ് കോയയുടെയും നേതൃത്വത്തിൽ ഓരോ മന്ത്രിസഭ കൂടി രൂപവത്കരിച്ചെങ്കിലും അതൊന്നും അധികം മുന്നോട്ടുപോയില്ല. LDFും UDFും. കോൺഗ്രസും കേരള കോൺഗ്രസും മുസ്ലിം ലീഗുമെല്ലാം പിളർപ്പിനെ നേരിട്ടത് സംസ്ഥാന രാഷ്ട്രീയത്തെയും ബാധിച്ചു. ഈ സമയത്താണ് 1980 തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി LDF, ഐക്യജനാധിപത്യ മുന്നണി UDF എന്ന തരത്തിൽ കേരളം മുന്നണി രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിക്കുന്നത് ഈ തിരഞ്ഞെടുപ്പ് മുതലാണ്. LDFിൽ CPM, CPI, കോൺഗ്രസ് U, കേരള കോൺഗ്രസ്, മാണി, കേരള കോൺഗ്രസ്, പിള്ള, ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ്, RSP എന്നീ കക്ഷികളും UDFിൽ കോൺഗ്രസ് മുസ്ലിം ലീഗ്, കേരള കോൺഗ്രസ്, ജോസഫ്, PSP, നാഷണൽ ഡെമോക്രാറ്റിക് പാർട്ടി, സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ പാർട്ടി എന്നിവയുമാണുണ്ടായിരുന്നത്. ജനതാ പാർട്ടി UDFുമായി ചില സീറ്റുകളിൽ ധാരണയുണ്ടാക്കി. 72.23% വോട്ടർമാർ വോട്ട് ചെയ്തു. 13 വനിതാ സ്ഥാനാർത്ഥികളിൽ 5 പേർ വിജയിച്ചു. LDFിന് 93 സീറ്റുകളാണ് ലഭിച്ചത്. ഇ. കെ. നായനാർ മുഖ്യമന്ത്രിയായി. എന്നാൽ കോൺഗ്രസ് U പിന്നാലെ കേരള കോൺഗ്രസ്, മാണി എന്നീ പാർട്ടികൾ മന്ത്രിസഭയ്ക്കുള്ള പിന്തുണ പിൻവലിച്ചു. ഇതോടെ നായനാർ മന്ത്രിസഭ രാജിവെച്ചു. കേരളം വീണ്ടും രാഷ്ട്രപതി ഭരണത്തിലായി. എന്നാൽ ഗവർണർ ജ്യോതി വെങ്കിച്ചില്ലം സഭ പിരിച്ചുവിട്ടിരുന്നില്ല. LDF വിട്ട കക്ഷികൾ UDFിലെത്തിയതോടെ കെ. കരുണാകരന്റെ നേതൃത്വത്തിൽ പുതിയ മന്ത്രിസഭ അധികാരത്തിലെത്തി. കോൺഗ്രസ് U ദേശീയതലത്തിൽ കോൺഗ്രസ് S ആയി മാറിയതോടെ അതിലെ 21-ൽ 16 പേർ എ. കെ. ആന്റണിക്കൊപ്പം കോൺഗ്രസ് A ആയി നിലകൊണ്ടു. ജനതാ പാർട്ടിയിലും ഒരു പിളർപ്പുണ്ടായി. അതോടെ UDFിന്റെ ഭൂരിപക്ഷം കേവലം 1 ചുരുങ്ങി. AC ജോസായിരുന്നു സ്പീക്കർ. സാധാരണ വോട്ടെടുപ്പുകൾ നടക്കുമ്പോൾ സ്പീക്കർ അതിൽ പങ്കെടുക്കാറില്ല. എന്നാൽ ഒരൊറ്റ വോട്ടിന്റെ ഭൂരിപക്ഷമായി മാറിയതോടെ സ്പീക്കറും കാസ്റ്റിംഗ് വോട്ട് പ്രയോഗിക്കാൻ തുടങ്ങി. എന്നാൽ കേരള കോൺഗ്രസിലെ ലോനപ്പൻ നമ്പാടൻ 1982 മാർച്ച് 15 UDFിനുള്ള പിന്തുണ പിൻവലിച്ചു. അതോടെ കരുണാകരൻ മന്ത്രിസഭ രാജിവെച്ചു. 79 ദിവസമായിരുന്നു മന്ത്രിസഭയുടെ ആയുസ്. നിയമസഭ പിരിച്ചുവിടുകയും ചെയ്തു. കരുത്തുകാട്ടി കരുണാകരൻ. UDF, LDF മുന്നണികൾ തന്നെ വീണ്ടും ഏറ്റുമുട്ടിയ തിരഞ്ഞെടുപ്പായിരുന്നു ഇത്. എന്നാൽ മുന്നണികളുടെ ഘടനയിൽ ധാരാളം മാറ്റം വന്നിരുന്നു. UDFിൽ കോൺഗ്രസ് I, മുസ്ലിം ലീഗ്, കേരള കോൺഗ്രസ്, ജോസഫ്, NDP, SRP, ജനത G, RSP, S, NRSP എന്നീ പാർട്ടികളും LDFിൽ CPM, CPI, കോൺഗ്രസ് S, അഖിലേന്ത്യാ മുസ്ലിം ലീഗ്, RSP, കേരള കോൺഗ്രസ് S, DSP, ലോക്ദൾ എന്നീ പാർട്ടികളുമാണ് ഉണ്ടായിരുന്നത്. ജനതാ പാർട്ടിയും LDFും തമ്മിൽ ചില സീറ്റുകളിൽ ധാരണയുമുണ്ടാക്കി. UDF 77 സീറ്റുകളോടെ ഭരണം നേടി. കെ. കരുണാകരൻ വീണ്ടും മുഖ്യമന്ത്രിയായി. 73.51 വോട്ടിംഗ് ശതമാനം. വനിതാ സ്ഥാനാർത്ഥികളുടെ എണ്ണത്തിൽ വലിയ വർധനയുണ്ടായി. 17 പേർ മത്സരിച്ചു. വിജയിച്ചത് 4 പേർ മാത്രം. LDFിന്റെ തിരിച്ചുവരവ്. 1987 തിരഞ്ഞെടുപ്പിൽ 78 സീറ്റ് നേടി LDF ഭരണം നേടി. ഇ. കെ. നായനാർ വീണ്ടും മുഖ്യമന്ത്രിയായി.
ആകെ വോട്ടിംഗ് ശതമാനം 80.54. 34 വനിതാ സ്ഥാനാർത്ഥികൾ മത്സരരംഗത്തുണ്ടായിരുന്നു. 8 പേർ വിജയിച്ചു. ബിജെപി കേരളത്തിലെ തിരഞ്ഞെടുപ്പ് രംഗത്ത് സജീവമായത് 1987 മുതലാണ്. ബിജെപിയും ഹിന്ദുമുന്നണിയും സഖ്യമായി 127 സ്ഥാനാർത്ഥികളെ നിർത്തി. എന്നാൽ ബിജെപി ചിഹ്നത്തിൽ മത്സരിച്ച 116 സ്ഥാനാർത്ഥികളിൽ 113 പേർക്കും കെട്ടുവെച്ച കാശ് നഷ്ടമായി. വലിയ ഭൂരിപക്ഷം കെ ശൈലജയ്ക്ക്. കേരള നിയമസഭാ തിരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷം 2021 CPM സ്ഥാനാർത്ഥി കെ ശൈലജയ്ക്കാണ് ലഭിച്ചത്. 60,963 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് മട്ടന്നൂരിൽ നിന്ന് ശൈലജ ജയിച്ചത്. 2006 ആലത്തൂരിൽ CPMലെയും ചന്ദ്രൻ 47,671 വോട്ടിന്റെ ഭൂരിപക്ഷം നേടി. 2001 RSPയിലെ അസീസ് ജയിച്ചത് 21 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ്. മണ്ഡലം ഇരവിപുരം. ഇതാണ് കേരള നിയമസഭാ തിരഞ്ഞെടുപ്പിലെ ഏറ്റവും ചെറിയ ഭൂരിപക്ഷം. 2021 പെരിന്തൽമണ്ണ മണ്ഡലത്തിൽ നിന്ന് മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി നജീബ് കാന്തപുരം ജയിച്ചത് 38 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ്. പ്രതീക്ഷ തെറ്റിച്ച് രാജീവ് വധം. 1991 ജില്ലാ കൌൺസിൽ തിരഞ്ഞെടുപ്പിൽ LDF മികച്ച വിജയം നേടി. ഈ ജയം നിയമസഭാ തിരഞ്ഞെടുപ്പിലും പ്രയോജനപ്പെടുത്തുന്ന തിണ്ടിനുവേ നായനാർ മന്ത്രിസഭ രാജിവെച്ചു. അതോടെയാണ് 1991 നിയമസഭാ തിരഞ്ഞെടുപ്പിന് അരങ്ങൊരുങ്ങിയത്. ലോക്സഭാ തിരഞ്ഞെടുപ്പിനൊപ്പം നിയമസഭാ തിരഞ്ഞെടുപ്പും പ്രഖ്യാപിച്ചു. 1991 മെയ് 21 മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി കൊല്ലപ്പെട്ടതോടെ തിരഞ്ഞെടുപ്പ് ജൂണിലേക്ക് മാറ്റി. ഇത് LDFന്റെ കണക്കുകൂട്ടൽ തെറ്റിച്ചു. കോൺഗ്രസ് വൻമുന്നേറ്റമുണ്ടാക്കി. അങ്ങനെ കരുണാകരന്റെ നേതൃത്വത്തിൽ വീണ്ടും മന്ത്രിസഭ അധികാരത്തിലെത്തി. പോളിംഗ് ശതമാനം 73.42. ആകെ വനിതാ സ്ഥാനാർത്ഥികൾ 26. വിജയിച്ചത് 8 പേർ. മുഖ്യമന്ത്രി കരുണാകരനെതിരായി പാർട്ടിക്കുള്ളിൽ വലിയ നീക്കങ്ങളുണ്ടായി. അതോടെ കരുണാകരൻ 1995 മാർച്ച് 16 മുഖ്യമന്ത്രി സ്ഥാനം ഒഴിഞ്ഞു. അദ്ദേഹം രാജ്യസഭാംഗമാകുകയും കേന്ദ്ര വ്യവസായ വകുപ്പ് മന്ത്രിയാകുകയും ചെയ്തു. മുഖ്യമന്ത്രിയായി കെ ആന്റണി സ്ഥാനമേറ്റു. രാജ്യസഭാംഗമായിരുന്ന അദ്ദേഹം തിരൂരങ്ങാടിയിൽ നിന്ന് മത്സരിച്ച് ജയിച്ചാണ് നിയമസഭയിലെത്തിയത്. വീണ്ടും കെ നായനാർ. ലോക്സഭയിലേക്കും നിയമസഭയിലേക്കും ഒരേ സമയമാണ് 1996 തിരഞ്ഞെടുപ്പ് നടന്നത്. LDF വീണ്ടും അധികാരത്തിലേറിയെങ്കിലും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി കരുതിയിരുന്ന പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ മാരാരിക്കുളം മണ്ഡലത്തിൽ നിന്ന് പരാജയപ്പെട്ടു. അതോടെ കെ നായനാർ മുഖ്യമന്ത്രിയായി. തലശ്ശേരി മണ്ഡലത്തിൽ നിന്ന് പിന്നീടാണ് നായനാർ വിജയിച്ചത്. പല മന്ത്രിമാരുടെ രാജിവെക്കലുണ്ടായെങ്കിലും സർക്കാർ കാലാവധി പൂർത്തിയാക്കി. അതോടെ ഏറ്റവും കൂടുതൽ കാലം കേരളത്തിന്റെ മുഖ്യമന്ത്രിയായതിനുള്ള റെക്കോർഡ് കെ നായനാർക്ക് ലഭിച്ചു. തിരഞ്ഞെടുപ്പിലെ പോളിംഗ് ശതമാനം 71.16. 55 വനിതകൾ മത്സരിച്ചു. അതിൽ 13 പേരാണ് വിജയിച്ചത്. UDF തരംഗം. കോൺഗ്രസിന്റെയും UDFന്റെയും വൻ തിരിച്ചുവരവാണ് 2001 തിരഞ്ഞെടുപ്പിലുണ്ടായത്. 99 സീറ്റാണ് UDF നേടിയത്. LDF 40 സീറ്റിലേക്കൊതുങ്ങി. കഴക്കൂട്ടത്തുനിന്ന് MA വാഹിദ് ഇരുമുന്നണികൾക്കുമെതിരെ മത്സരിച്ച് ജയിച്ചു. കെ ആന്റണിയാണ് മുഖ്യമന്ത്രിയായത്. 2001 വോട്ടിംഗ് ശതമാനം 72.47. 54 വനിതകളാണ് മത്സരിച്ചത്. 8 പേർ വിജയിച്ചു. 2004 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ കോൺഗ്രസിന് ഒരു സീറ്റ് പോലും നേടാനായില്ല. UDFന് ഒരു സീറ്റ് മാത്രമാണ് ലഭിച്ചത്. ഇതിന്റെ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്ത് കെ ആന്റണി മുഖ്യമന്ത്രിസ്ഥാനം രാജിവെച്ചു. പകരം 2004 ഓഗസ്റ്റ് 31 ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായി. തിരിച്ചടിച്ച് LDF. 2001 UDF നേടിയ വിജയത്തിന് സമാനമായ വിജയം LDF 2006 നേടി. LDFന് 98 സീറ്റാണ് ലഭിച്ചത്. UDFന് 42 സീറ്റും. പ്രതിപക്ഷ നേതാവായിരുന്ന VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായി. 83 വയസ്സിലാണ് VS മുഖ്യമന്ത്രിയായത്. വോട്ടിംഗ് ശതമാനം 72.08. 70 വനിതാ സ്ഥാനാർത്ഥികളുണ്ടായെങ്കിലും 7 പേരാണ് വിജയിച്ചത്. ഇഞ്ചോടിഞ്ച്. 2011 മുന്നണിയിൽ ചെറിയ മാറ്റങ്ങളുണ്ടായി. 2009 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മുന്നണിയിലുണ്ടായ തർക്കങ്ങളെ തുടർന്ന് LDFലെ ജനതാദൾ പിളരുകയും ഒരു വിഭാഗം സോഷ്യലിസ്റ്റ് ജനത എന്ന പേരിൽ UDFലെത്തുകയും ചെയ്തു. RSPയും LDF വിട്ട് UDFലെത്തി. 4 സീറ്റിന്റെ ഭൂരിപക്ഷത്തിൽ UDF അധികാരത്തിലേറി. UDFന് 72 സീറ്റും LDFന് 68 സീറ്റുമാണ് ലഭിച്ചത്. ഉമ്മൻചാണ്ടി വീണ്ടും മുഖ്യമന്ത്രിയായി. 74.92% വോട്ടർമാരാണ് വോട്ട് ചെയ്തത്. മത്സരിച്ച 83 വനിതാ സ്ഥാനാർത്ഥികളിൽ 7 പേരാണ് വിജയിച്ചത്. പിണറായി വിജയം. പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയാണ് 2016 തിരഞ്ഞെടുപ്പിന് ശേഷം അധികാരത്തിലെത്തിയത്. LDF 91 സീറ്റ് നേടി. UDFന് 47 സീറ്റാണ് ലഭിച്ചത്. BJP ആദ്യമായി കേരള നിയമസഭയിൽ ഒരു സീറ്റ് നേടി. നേമത്ത് നിന്ന് ഒ രാജഗോപാലാണ് BJP ടിക്കറ്റിൽ വിജയിച്ചത്. പൂഞ്ഞാർ സീറ്റിൽ നിന്ന് PC
ജോർജ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച് മുന്നണികൾക്കെതിരെ വിജയം നേടി. 77.10 വോട്ടിംഗ് ശതമാനം. 110 വനിതാ സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുണ്ടായിരുന്നത്. ഇതിൽ 8 പേർ മാത്രമാണ് വിജയിച്ചത്. ഭരണത്തുടർച്ച. കേരളത്തിന്റെ ചരിത്രത്തിലാദ്യമായി 5 വർഷം ഭരിച്ച മുന്നണി വീണ്ടും അധികാരത്തിലെത്തി. 2021 തിരഞ്ഞെടുപ്പിൽ 99 സീറ്റാണ് LDFന് ലഭിച്ചത്. 41 സീറ്റ് UDF നേടി. UDFിലുണ്ടായിരുന്ന കേരള കോൺഗ്രസ്, LJD എന്നീ കക്ഷികൾ LDFിൽ ചേർന്ന് മത്സരിച്ചു. BJPക്ക് കഴിഞ്ഞ തവണത്തെ സീറ്റ് നിലനിർത്താനായില്ല. CPM 67 സീറ്റുകൾ നേടി. പിണറായി വിജയൻ തന്നെ മുഖ്യമന്ത്രിയായി വീണ്ടും അധികാരമേറ്റു. വോട്ടിംഗ് ശതമാനം 76. 105 വനിതാ സ്ഥാനാർത്ഥികളാണ് മത്സരിച്ചത്. ഇതിൽ 11 പേർ വിജയിച്ചു.